ശാസ്ത്രലോകമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണവും വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് ലോകരാജ്യങ്ങൾ. അരനൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വടക്കേ അമേരിക്ക മുഴുവനായി ഏറ്റവും ദൈർഘ്യമേറിയ ഈ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഇതിനിടയിലാണ്, അതായത് ഈ സൂര്യഗ്രഹണത്തിനിടയിലാണ് അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സുകളും നടക്കുന്നത്. ഇതിന് കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ, അടുത്ത 20 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ ഇത്രയും ദൈർഘ്യമേറിയതും വ്യക്തവുമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആളുകൾ അടുത്ത് കാണാനും അനുഭവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, വിമാന സർവീസുകളെയൊക്കെ ഇത് കാര്യമായി ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് അമേരിക്കയിലെ 14 നഗരങ്ങളിൽ തുടർച്ചയായി പറന്നത്. അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സൂര്യഗ്രഹണം വ്യക്തമായി ദൃശ്യമാകുന്ന നഗരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഏറ്റവും കൂടുതൽ സമയം പകൽ ഇരുട്ടായിരിക്കാൻ പോകുന്ന നഗരങ്ങളിൽ ആളുകൾ ഹോട്ടലുകൾ വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൂര്യഗ്രഹണം കാണുന്നതിനേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ. ആകാശത്തു നിന്നും സൂര്യഗ്രഹണത്തിന്റെ വിസ്മയ കാഴ്ച കാണാൻ ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ മാത്രമല്ല, ടെക്സാസ്, ഓക്ലേമിയ, മിസോറി, ഇലിനിയോസ്, ഇൻഡിയാന, മിഷിഗൻ, ആർക്കൻസാസ്, ടെന്നസി, കെന്റൻസ്കി, ഓഹിയോ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്, വെർമോണ്ട്, ന്യൂ ഹാംപ്ഷയർ, മെയിൻ എന്നിവയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാക്കുന്ന അമേരിക്കയിലെ നഗരങ്ങൾ. ഈ നഗരങ്ങളിൽ ഏകദേശം 4.5 മിനിറ്റ് പകൽ ഇരുട്ടിന് വഴിമാറും. അമേരിക്കയിൽ ഏകദേശം 4,40,00,000 ആളുകളാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ വിമാന ടിക്കറ്റുകളുടെ ആവശ്യകത 1500% വർദ്ധിച്ചു. സൗത്ത് വെസ്റ്റ്, ഡെൽറ്റ തുടങ്ങിയ എയർലൈനുകൾ നിരവധി വിമാന സർവീസുകളാണ് ഇറക്കിയിരിക്കുന്നത്. പല എയർലൈൻ കമ്പനികളും നേരത്തെ തന്നെ ഇതിനായി സർക്കാരിൽ നിന്നും അനുമതിയും വാങ്ങിയിരുന്നു. പലരും ലക്ഷങ്ങൾ നൽകിയാണ് വിമാനത്തിലെ വിൻഡോ സീറ്റുകളടക്കം ഉറപ്പിച്ചിരിക്കുന്നത്. ഗ്രഹണത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്ന വിമാനങ്ങളുടെ വഴികൾ കണ്ടെത്താൻ 4 മാസം മുമ്പ് തന്നെ ഗവേഷണം നടത്തിയ 100 കണക്കിന് ആളുകളും അമേരിക്കയിലുണ്ട്. ഡെൽറ്റ എയർലൈൻസ് 2 പ്രത്യേക വിമാനങ്ങൾ പ്രഖ്യാപിച്ചു. ലക്ഷങ്ങളുടെ ടിക്കറ്റുകൾ തൽക്ഷണം തന്നെ സൂര്യഗ്രഹണം കാണുന്നതിലേക്കായിട്ട് വിറ്റഴിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അമേരിക്കയിലെ പല നഗരങ്ങളിലും ഹോട്ടൽ റൂമുകളുടെ ആവശ്യം 1200 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രഹണ സ്ഥലങ്ങൾക്കായി ഗതാഗത കമ്പനികൾ പ്രത്യേക പാക്കേജുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പല കമ്പനികളും സോളാർ എക്ലിപ്സ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി സൂര്യഗ്രഹണം കാണാനുള്ള ക്രമീകരണങ്ങളും നടന്നുവരികയാണ്. ശാസ്ത്രജ്ഞരും വിദഗ്ധരും ക്ലബിൽ സോളാർ പാർട്ടി സംഘടിപ്പിക്കുകയാണ്. പ്രവേശനത്തിന് $20 ഈടാക്കിയിരിക്കുന്ന ക്ലബ്ബുകൾ ഇപ്പോൾ $325 ഈടാക്കുന്നത്. ഇത് മാത്രമല്ല, സൂര്യഗ്രഹണം കാണുന്നതിലേക്കായിട്ട് ISO സർട്ടിഫൈഡ് കണ്ണടകളുടെ ആവശ്യവും ഗണ്യമായി വർദ്ധിച്ചു. പല വെബ്സൈറ്റുകളിലുമാകട്ടെ $3 കണ്ണടകൾ $16 വിൽക്കുകയാണ്. $1.4 ബില്യൺ ബിസിനസ് ടെക്സാസിൽ മാത്രം പ്രതീക്ഷിക്കുന്നു. $230 മില്യൺ വരെയുള്ള മൂല്യമുള്ള ബിസിനസ് വെർമോണ്ടിൽ നടക്കും. അതേസമയം ഈ സൂര്യഗ്രഹണം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി 9:13 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2:22 വരെയാണ് വിവിധ ഇടങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. വളരെ അപൂർവമായ അനുഭവമായിരിക്കും ഏപ്രിൽ 8-നുള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നാണ് ഗവേഷകർ തന്നെ കരുതുന്നത്. പക്ഷേ ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാൻ സാധിക്കില്ല. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്ന കാഴ്ച പസഫിക് സമയം രാവിലെ 11:07 മുതൽ ദൃശ്യമാകും. മെക്സിക്കോയിലും കാനഡയിലും US-ലെ ടെക്സാസ് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിലും ഗ്രഹണം നേരിട്ട് കാണാനാകും. ഏതാനും സ്ഥലങ്ങളിലെങ്കിലും മേഘങ്ങൾ കാഴ്ച മറച്ചേക്കാമെന്ന അറിയിപ്പും ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ ദൃശ്യമാകില്ല എന്നത് തന്നെയാണ് വിവരങ്ങൾ. അതേസമയം ഗ്രീൻ ഡെവിൾസ് കൊമറ്റ്, അതായത് ചെകുത്താൻ വാൽ നക്ഷത്രം എന്നറിയപ്പെടുന്ന 12P ബോൺസ് ബ്രൂക്ക് വാൽ നക്ഷത്രവും ഇന്ന് ഗ്രഹണ മേഖലയിൽ ദൃശ്യമായേക്കുമെന്നാണ് വിവരങ്ങൾ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ സാധ്യത കുറവാണെങ്കിലും പ്രകാശവായു മലിനീകരണം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് ദൃശ്യമായേക്കും. കൊമ്പ് പോലെ തോന്നിക്കുന്ന തലഭാഗത്തെ വെളിച്ചവും സൗരാകർഷണത്താൽ ദൃശ്യമാകുന്ന വാലുമാണ് ചെകുത്താൻ എന്ന പേരിന് പിന്നിൽ. അതേസമയം ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ L1 സൂര്യനെ കുറിച്ച് തുടർച്ചയായി പഠിക്കുന്നുണ്ടെങ്കിലും സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാകില്ല എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സൂര്യനെ എപ്പോഴും തടസ്സമില്ലാതെ കാണാൻ സാധിക്കും
സാധിക്കുന്ന രീതിയിലാണ് ഉപഗ്രഹം നിലയുറപ്പിച്ചിട്ടുള്ളത്. ഗ്രഹണം കാരണം ഉപഗ്രഹത്തിന്റെ കാഴ്ച ഒരിക്കലും തടസ്സപ്പെടരുത് എന്നും ISRO നിശ്ചയിക്കുകയാണ്. ആദിത്യ L1 ബഹിരാകാശ പേടകം സൂര്യഗ്രഹണം കാണില്ല. കാരണം ബഹിരാകാശ പേടകത്തിന്റെ പിന്നിൽ ലാഗ്രേഞ്ച് പോയിന്റ് 1 ആണ് ചന്ദ്രനുള്ളത്. ഭൂമിയിൽ ദൃശ്യമാകുന്ന ഗ്രഹണത്തിന് ആ സ്ഥലത്ത് വലിയ പ്രാധാന്യമില്ല എന്നാണ് ISRO ചെയർമാൻ S. സോമനാഥൻ വ്യക്തമാക്കുന്നത്. ആദിത്യ L1 ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലോഗ്രേഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹലോ ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. L1 പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിന് യാതൊരു മറയും ഗ്രഹണവും കൂടാതെ സൂര്യനെ തുടർച്ചയായി വീക്ഷിക്കാൻ സാധിക്കും. സൗരോർജ്ജ പ്രവർത്തനവും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കാൻ തന്നെ ഇതിന് സഹായിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.